20നും 25നും മധ്യേ പ്രായമുള്ള പെൺകുട്ടികളുടെ തിരോധാനത്തെപ്പറ്റി അന്വേഷിക്കുവാനും ഫീച്ചർ തയ്യാറാക്കുവാനുമാണ് ചീഫ് റിപ്പോർട്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ നഗരത്തിലെത്തിയത്. അന്വേഷണത്തിന്റെ 1ാം ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു, ഈ ഫീച്ചർ പ്രസിദ്ധീകരിച്ചാൽ പ്രതിസ്ഥാനത്ത് വരിക ഈ സമൂഹത്തിലെ പല വമ്പന്മാരായിരിക്കുമെന്ന്. വീട്ടിലേക്കെന്ന് പറഞ്ഞ് ജോലി സ്ഥലത്ത് നിന്നോ കോളേജിൽ നിന്നോ മടങ്ങുന്ന പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ എത്തുന്നില്ല. പാതി വഴിയിലെവിടെയോ യാതൊരു അവശേഷിപ്പുകളും ബാക്കി വെക്കാതെ അവർ അപ്രത്യക്ഷരാകുന്നു. രാഗിയുടെ തിരോധാനത്തിൽ സാറിന് തോന്നിയ അതേ സംശയം എനിക്കുണ്ട്. അന്ന് ഞങ്ങൾ കണ്ടിട്ട് പിരിഞ്ഞ ശേഷമാണ് അവളെ കാണാതാവുന്നത്. അവള് കാമുകന്റെ കൂടെ ഒളിച്ചോടിയെന്ന പോലീസിന്റെ സ്റ്റോറി ഞാൻ അന്നും വിശ്വസിച്ചിരുന്നില്ല. രാഗിയുടെ കാര്യത്തെ മാത്രമല്ല നിത്യ, ഈ കാണാതായ എല്ലാ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട്. ഏകദേശം എല്ലാ ക്രൈമും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിലും സാമ്യമുണ്ട്. സൂര്യ അന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന് ഉറപ്പാണ്? എനിക്ക് ഉറപ്പുണ്ട് സാറേ. അന്ന് കൊച്ചിന് അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. വൈകിട്ടത്തെ ചോറും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പെങ്കൊച്ചി ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനോട് ഈ കൊച്ചു സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. എങ്ങോട്ടാണ് ഇവർ പോകുന്നത്? കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തുന്ന എ വെൽ എക്സിക്യൂട്ടഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇരകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കണ്ടെത്തി അവർക്ക് നേരെ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ അപകടമറിയുന്ന പെൺകുട്ടികൾ രാത്രി സമയമാണെങ്കിലും വീട്ടിലേക്ക് തിരിക്കുന്നു. ഇത്തരത്തിൽ അസമയത്ത് സ്വന്തം നാട്ടിലെത്തുന്ന പെൺകുട്ടികളുടെ അടുത്തേക്ക് കണ്ടാൽ മാന്യരെന്ന് തോന്നുന്ന ഇവരുടെ ഏജന്റ് എത്തുന്നു. രാത്രി സമയമായതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന സ്ഥിരം പല്ലവിയിൽ ഇവർ ഇരകളെ തങ്ങളുടെ ഒപ്പം പോരുവാൻ ക്ഷണിക്കുന്നു. പെരുമാറ്റത്തിലെ മാന്യതയും വീട്ടിലെത്തേണ്ട അത്യാവശ്യവും കണക്കിലെടുത്ത് പെൺകുട്ടികൾ ഇവർക്കൊപ്പം പോവാൻ തയ്യാറാവുന്നു.